ഹായ് ഓൾ എസ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓണം സ്പെഷ്യലായിട്ട് ഇന്നർവെയർ സെക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള നമ്മുടെ ഷേപ്പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർസ്കർട്ട് സാരീസിന്, അത് സെറ്റ് സാരീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഷേപ്പേഴ്സ്, സ്ട്രെച്ചബിൾ ഷേപ്പേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പല പല വീഡിയോയിൽ റീൽസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാലും ഒന്നോടെയും എടുത്ത് ഒരുമിച്ച് ഒരു വീഡിയോയിൽ ആക്കിയെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ഡ്രസ്സിനും ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക ഓണത്തിൻ്റെ ഒരു സാരി ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒരു ബട്ടക്സ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്ക് പോർഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം മേളിലോട്ട് കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി എടുക്കുകയോ ചെയ്യും. ഇത് പലതരത്തിലുണ്ട് കേട്ടോ. അതായത് ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഇങ്ങോട്ട് വെച്ചത് എടുത്താൽ എന്നാന്ന് വെച്ചാൽ അതായത് ഈ പോർഷൻ, ഈ ക്ലോത്ത് ഉള്ളത് നോക്കി എടുത്താൽ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒരു പിടുത്തം ഫീൽ ചെയ്യുന്ന പോലെ. പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഇടുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക കറക്റ്റായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടുള്ള ഒരു ക്ലോത്ത് ഉള്ളത് ഞാൻ സജസ്റ്റ് ചെയ്തത്. അതേപോലെ കുറച്ച് ചെറിയതായിട്ടൊരു ലെഗ് പോർഷനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് സാരി ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഓണം സ്പെഷ്യൽ ഡ്രസ്സുകളുണ്ടല്ലോ, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഗൗൺസുകളുണ്ട്, അല്ലെങ്കിൽ പട്ടുപാവാടയും ബ്ലൗസും ധാവണിയും ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ഇതാണ്. കോളേജ് പിള്ളേർക്കും ടീനേജേഴ്സ് ഒക്കെ എല്ലാവർക്കും നല്ലതായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. ഇത് നമുക്ക് ഇത് ഡെസ്പാച്ച് ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. അതായത് കൊറിയർ ചാർജ് ഇല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നമ്മൾ വേറൊരു ഇതെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അത്യാവശ്യം ബാക്കൊക്കെ ഉള്ളവരാണ്, ഇതേപോലത്തെ ഒരു ടൈപ്പ് മതി, ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയൊക്കെ ഉടുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് നമുക്ക് നമ്മുടെ തൈസ് വന്നിട്ട് തൊട വന്നിട്ട് നല്ലതായിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ. കാരണം ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പം എല്ലാവരുടെ ഒരേപോലത്തെ ബോഡി സ്ട്രക്ചർ ആവണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് വണ്ണം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയണേ, ഒരു തൊടയുടെ പോർഷൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ലീൻ പോലെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സാരി ഉടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാം. പിന്നെ സാരി എന്നല്ലെങ്കിലും ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ, ഓണം റിലേറ്റഡ് ഡ്രസ്സോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പാർട്ടി വെയറിനൊക്കെയാണ് ഇത് ഒക്കേഷൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ലെഗ് ഇങ്ങനെ കിടത്തി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു ബാക്ക് പോർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊരു ബാക്ക് പോർഷൻ വന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഈ പോർഷനിലേക്കും കൂടെ ഒരു കവറേജ് കിട്ടുന്ന രീതിക്കുള്ളതാണ് ഇത് വെച്ചിട്ട്. ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മളുടെ ബോഡീനെ എന്താ പറയുക എൻഹാൻസ് ചെയ്യിക്കുന്ന രീതിക്കുള്ള ഒരു ഷേപ്പേഴ്സ് ആണ് ഇത് രണ്ടും വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇതും നമുക്ക് ഫ്രീ ഓഫ് ഡെലിവറി ആണ്. നമുക്ക് കൊറിയർ ചാർജ് ഇതിനും എടുക്കാറില്ല, നേരത്തെയും എടുത്തിട്ടില്ല, നമ്മളെപ്പോഴും എടുക്കുന്നില്ല. 1400 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ എവിടെ വേണമെങ്കിലും ഇത് കൊറിയർ ചെയ്യും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. അടുത്തത് വരുന്നത് ഷേപ്പ് വെയർസ് തന്നെയാണ്. ഷേപ്പ് വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ണമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്നെ പോലെ ഒരു വണ്ണമൊക്കെ ഉണ്ട്, അത്യാവശ്യം ടമ്മിയുണ്ട്, നമുക്ക് ടമ്മി ടു ഈ ഒരു പോർഷൻ, തൈസ് പോർഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒന്ന് വണ്ണം കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സാരിയൊക്കെ നല്ല ഷേപ്പിൽ, സാരി എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ ബിക്കോസ് ഓണം ആയതുകൊണ്ട് സാരി ആയിരിക്കുമല്ലോ മെയിനായിട്ട്. എന്നാലും ഇപ്പോഴൊക്കെ എല്ലാവരും ഒത്തിരി കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒരു ഷേപ്പ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് നോർമലി ഷോപ്പിൽ വരുന്നവർക്കും അല്ലാതെയും ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ അവരുടെ ഒരു പാൻറ്റിയുടെ സൈസ് അനുസരിച്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കമ്പനി പറയുന്നത് ഒരു സൈസ് താഴ്ത്തി, അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ലാർജ് സൈസ് പാൻറ്റി 90 സൈസ് പാൻറ്റിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 85 കൊടുക്കാനാണ് കമ്പനി പറയുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് അത് നമ്മൾ എത്രമാത്രം അത് കംഫർട്ടബിൾ ആകുമെന്ന് നിർബന്ധമില്ല.
അതുകൊണ്ട് ഞാൻ നോർമലി എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവരുടെ പാൻറ്റി സൈസാണ് ഞാനിത് കൊടുക്കുന്നത്. ഇനി അതല്ല, ഇനി കുറച്ചും കൂടെ ഒക്കെ ലൂസ് വേണം എന്ന് വിചാരിക്കണവർക്കാണെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുക്കാം. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഷേപ്പ് വെയർ ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്ട്രാ നമ്മളുടെ ഈ പറഞ്ഞ പോലെ സ്റ്റൊമക്കും നമ്മളുടെ തൈസും ഒക്കെ റെഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മളൊരു പാൻറ്റി സൈസ് ഇട്ട് ഒന്നിത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊട്ട് സ്ട്രെച്ച് ചെയ്യത്തില്ല കേട്ടോ. ഇങ്ങനെ ഷോർട്ട്സ് ടൈപ്പ് ആണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കംപ്രഷൻ നിൽക്കുന്നത്, അതുകൊണ്ട് ആ ഒരു മെറ്റീരിയലിന് ഇങ്ങനെ ഒരു കംപ്രഷൻ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 835 ആണ്. പക്ഷെ 735 കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. ഇതാണ് അത് പറഞ്ഞ ഒരു മോഡല്. അടുത്ത് വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാൻറ്റി ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇങ്ങനെ വരും. നമുക്ക് അത്യാവശ്യം ഇതും ഒരു ഈ സെയിം പറഞ്ഞതിന്റെ തന്നെ ഷോർട്ട്സ് ടൈപ്പും ഒന്ന് പാൻറ്റി സൈസും ഒന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. വേറെ ഒന്നും ഡിഫറൻസ് ഇല്ല. സൈഡ് പോർഷനാണ് കംപ്രഷനും കാര്യങ്ങളും ഇതിന്റെ വരുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 899 ആണ്. ഇത് നമുക്ക് എല്ലാം നമ്മളുടെ കയ്യിലില്ലേ, അന്ന് ഞാൻ സൈസ് പറയാൻ വിട്ടുപോയി. നമ്മുടെ കയ്യിൽ മീഡിയം, ലാർജ്, എക്സൽ, 2XL ഒക്കെ വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 4Xലും 5Xലും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ 2XL വരെയാട്ടോ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് 2XL വരെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ കയറ്റി ഇടുമ്പോൾ ഇറങ്ങി പോവോ അല്ലെങ്കിൽ ചുരുണ്ട് താഴ്ത്തോട്ട് വരും എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാകും. പക്ഷെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിഫ്നർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റിഫ്നർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും നമുക്കത് ഇറങ്ങി പോരാത്ത രീതിയിൽ, കാരണം ഇത് ചുരുണ്ട് വരില്ല. കാരണം ഈ സ്റ്റിഫ്നർ ഉള്ളതുകൊണ്ട് ചുരുളാൻ പറ്റത്തില്ല. അത് ഇവിടെയും ഈ സ്റ്റിഫ്നർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിഫ്നർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്കിൽ വന്നിട്ട് ഇതേ കണ്ട ഇങ്ങനെ ഒരു സംഭവം. ഇത് നമ്മുടെ ബട്ടക്സിനെ കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന പോർഷനാണ് ഈ ഒരു വരുന്നത്. അടുത്തത് വരുന്നത് ഈ ഒരു പോർഷൻ ലെഗ് പോർഷനാണ്. നമ്മുടെ കുറച്ച് തൈ ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇത് വന്നിട്ട് സ്ട്രെച്ചബിൾ ആണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് വന്നിട്ട് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇവിടെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കംപ്രഷനും കാര്യങ്ങളും കണ്ടോ ഫീൽ ചെയ്യിക്കുന്നത്. ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 850 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതും സൈസസ് മീഡിയം ടു നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 3XL വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെയൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ സൈസ് കറക്റ്റായിട്ട് പാൻറ്റി സൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലത്തെ ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ആ ഒരു സൈസ് തന്നെ എടുത്താൽ മതി. ഒരിക്കലും നെക്സ്റ്റ് സൈസിലേക്ക് ഒന്നും പോകരുത്. ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യത്തില്ല. കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. ഇവിടെയൊക്കെയാണ് കംപ്രഷൻ അവർ ഫീൽ ചെയ്യും. ഇത് വന്നിട്ട് മെറ്റീരിയൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത് തന്നെ അതിലേറെ സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഇതാണ് വേറൊരു രീതിയിൽ വരുന്ന ഒരു ഷോർട്ട്സ് ടൈപ്പ്. അതിൻ്റെ ടമ്മി എന്താ പറയുക റെഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഷേപ്പ് വെയർ. ഇത് വേറൊരു മോഡൽ, ഇത് വേറൊരു മോഡൽ. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെയൊക്കെ വീഡിയോയിൽ റീൽസിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ബാക്ക് പോർഷൻ നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ സോഫ്റ്റ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടത് നോക്കുമ്പോൾ അറിയാം കണ്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതെല്ലാം. ഇതിനും കണ്ടോ സ്റ്റിഫ്നർ ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് താഴ്ത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിലില്ലേ ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മിൻട്രയിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ അല്ലെങ്കിൽ മീഷോയിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ് കുറഞ്ഞത് കിട്ടുമായിരിക്കും. ഇല്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മളെ പോലുള്ള ഷോപ്പുകാർ നമ്മൾ പോയി ചെന്ന് കണ്ട് സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പം നമ്മൾക്ക് ഇപ്പം എനിക്ക് അറിയാം, എനിക്കറിയാലോ, ഞാനൊരു ലേഡി ആയതുകൊണ്ട് വേറൊരാളുടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് അറിയണ്ടാവില്ലേ. അപ്പം അത് നമ്മൾ നോക്കി കണ്ടിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാം എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പോയി സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾസ് കണ്ട് കമ്പനിക്ക് ഓർഡർ കൊടുത്താണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൽ എപ്പോഴും ആ ഒരു വിശ്വസ്തതയും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ, പിന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ഒന്നും തന്നെ മോശം ഉള്ള മെറ്റീരിയൽസ് അല്ല. എല്ലാം നമുക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം ഓക്കിങ് ചെയ്തേക്കുന്ന നമ്മുടെ ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളൊരു ഷോപ്പായിട്ട് കൊണ്ടുപോയി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും
അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ഒരു മോശം സാധനം കൊടുത്ത് നമ്മളൊരു സെയില് പിടിക്കുക അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റേറ്റ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നതും ആ സെയിം പ്രൈസ് തന്നെയാണ്, 860 ആണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത്. അത് വന്നിട്ട് ചെറിയ ഒരു സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് ഒരു 850 അങ്ങനെയൊക്കെ രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്കൊരു ഷേപ്പ് വെയർ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഈ ഷേപ്പ് വെയർസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ കാരണം എളുപ്പമുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് നിങ്ങളൊന്ന് ടിക്ക് ഇടുക അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. സൈസും കാര്യങ്ങളും മെൻഷൻ ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം, കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും ഓരോ ഹോളിഡേയ്സും ഓണത്തിന്റെ തിരക്കും ഒക്കെ വരുമ്പോൾ ഓൺലൈനിലുള്ളതുകൊണ്ട് പ്രോഡക്റ്റ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഡിലേ ഉണ്ടാവും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഓർഡർ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് പ്രോഡക്റ്റ് എത്തിക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഷേപ്പേഴ്സ്. അപ്പോൾ ഷേപ്പേഴ്സിന്റെ ഞങ്ങൾ അടുത്തത് ഇത് കഴിഞ്ഞു. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ട തരത്തിലുള്ള അണ്ടർസ്കേർട്ടാണ് ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ 2 തരത്തിലുള്ള അണ്ടർസ്കേർട്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യോർ കോട്ടൺ. ഇത് വന്നിട്ട് പ്യോർ കോട്ടൺ എല്ലാം നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇതേപോലെയാണ് അത് വരിക. ഇത് 2XL ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതേപോലെ അതായത് ഈ ഒരു കളറാണ്. ഇത് നല്ല ഒരു ക്രീം കളർ തന്നെയാണ്. ലൈറ്റിൻ്റെ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നല്ല ക്രീം കളറാണ്. അപ്പം നമ്മുടെ സെറ്റ് സാരിയുടെ കളർ അനുസരിച്ച് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. ഇത് വരുമ്പം ഇങ്ങനെയാണ് കേട്ടോ വരാം. സെൻട്രൽ പോർഷനിലാണ് എനിക്ക് ഇത്രയും ഇതുണ്ട്. സെൻട്രൽ പോർഷനിലാണ് ഇതിൻ്റെ ഈ ഒരു കെട്ടും കാര്യങ്ങളും വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും സെൻട്രൽ പോർഷൻ ആയതുകൊണ്ടല്ലേ നമുക്ക് വേറെ എവിടെയും കെട്ട് ഉള്ളതായിട്ടൊന്നും നമുക്ക് മുഴച്ചിരിക്കും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് വന്നിട്ട് കോട്ടൺ ലൈക്ര എന്ന് പറയുന്ന മെറ്റീരിയൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു പോർഷൻ കണ്ടോ സ്ട്രെച്ചിങ് കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇങ്ങനെ ഷേപ്പ് കിട്ടി. ഇതിപ്പോൾ 2XL എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ലാർജ് XL 2XL നമ്മൾ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഷെയ്ഡിനകത്ത്. അടുത്തത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ കോമൺ ആയിട്ട് നമുക്ക് ട്വിൻ ബേർഡിൻ്റെയും അല്ലാതെയൊക്കെ എന്താ പറയുക ഒരു നോർമൽ രീതിക്ക് അനുസരിച്ച് ഈ ഒരു ക്ലോത്തിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ വരുന്നത്. കോട്ടൺ വരുമ്പം ഞാൻ റേറ്റ് പറയാൻ വിട്ടുപോയി. കോട്ടൺ വരുമ്പം നമുക്ക് 699 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ആണ്. ഇത് വരുമ്പോൾ 599 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. അതായത് ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു പോർഷൻ നോക്കിയാൽ അറിയാം. ഈ ഒരു പോർഷനാണ് ഒരു ഇച്ചിരി ഷേപ്പ് വരുന്നത്. ഇതിൻ്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഈ ഒരു സൈഡിൽ കുറച്ച് ഒരു ഇതുപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഇങ്ങനെ. അപ്പം ഇറങ്ങി പോകുമെന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമുക്കിതേ ഇവിടെ നോക്കിയതേ കണ്ടോ, ഇവിടെ ചുരുങ്ങി വരുന്നുണ്ടോ. നമുക്ക് നോക്കി നമ്മളെ ടൈറ്റൻ ചെയ്ത് എത്ര ഹെവി ആയിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഒരെണ്ണം വന്നിരിക്കുന്നത്. ഇത് ഈ കളർ കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഗോൾഡൻ ഷെയ്ഡ്സ് ഒക്കെ വരുന്ന സാരീസ് ഉണ്ടാവുമല്ലോ, സെറ്റ് സാരീസ്. ഇനിയിപ്പോ നിങ്ങളുടെ ഫുൾ ഗൗൺ ഇല്ലേ, ഫുൾ ഗൗണിന്റെ അടിയിലും വേണമെങ്കിൽ ഇത് ഇടാം കേട്ടോ നിങ്ങൾക്ക്, ട്രാൻസ്പെറന്റ് ആവാതിരിക്കാനായിട്ട്. കാരണം നമ്മൾ ലൈനിങ് ഇട്ട് തയ്ച്ചാലും ചിലപ്പം ഒന്ന് എന്താ പറയുക ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് ഷെയ്ഡ് വെച്ചിരിക്കുന്ന ഈ ഒരു ഷെയ്ഡും കൂടിയാണ്. അപ്പൊ ഗോൾഡൻ സാരിക്ക് ഇങ്ങനെയെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഈ ഒരു കളർ എടുത്തത്. പിന്നെ ഒരു കളർ ഇതും നമുക്ക് വന്നിരിക്കുന്ന ഫ്രീ സൈസ് എന്നുള്ള സൈസിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. കോട്ടൺ അണ്ടർസ്കേർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ലാർജ് XL 2XL എന്നുള്ളത്. ഇത് നമുക്ക് ഒരു ഫ്രീ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞവരാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് വരുന്നില്ല. ഇനി വണ്ണം ഇപ്പൊ എന്റെ എത്ര വണ്ണമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിറ്റ് ആയിട്ട് നിൽക്കും. ഞാൻ ഒരെണ്ണം മാനിക്യൂറിൽ ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് മെറ്റീരിയൽ വേറെയാണ് കേട്ടോ. ഇതാണ് മാനിക്യൂറിൽ ഇട്ടേക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് അത് ഒരു ഇതിട്ടിരിക്കുന്നത്. ഇങ്ങനെ വരും. എക്സാക്റ്റ് വരുവാണെങ്കിൽ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് എക്സൽ സൈസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ബ്രാൻഡാണ്, അപ്പൊ അതുകൊണ്ട് റേറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബാക്ക് പോർഷൻ വരുമ്പോൾ ആ ഒരു പോർഷൻ ഇത്രയും വന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം ബട്ടക്സ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നിൽക്കുന്ന രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ഒരു രീതിയിൽ വരുന്നത്. മാനിക്യൂറിട്ട ഒരു ഇത് വരുവാണെങ്കിൽ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫ് കുട്ടി തന്നെ മീഷോയിൽ പ്രോഡക്റ്റ് എടുത്തു. അറൗണ്ട് ഒരു 250 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 250 റുപ്പീസ് എടുത്തു. പക്ഷെ ആൾക്കത് ഒട്ടും എന്താ പറയാ ഇടാനേ പറ്റിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടാനായിട്ട് കയറത്തില്ല, അത്രയും ലീനാണ്. അപ്പൊ ആ കുട്ടി എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പഴയ കുട്ടിയാണ്, സ്റ്റാഫാണ്, അത്രയും ലീനാണ്. എന്നിട്ട് കൂടി ആ കുട്ടിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം നിങ്ങൾക്ക് ചോദിച്ച അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പേ ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ പ്രോഡക്റ്റ് എക്സാക്റ്റ് ആണോ കിട്ടുന്നതെന്നുള്ളത് അറിയാൻ, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ വിളിച്ചാലോ എടുത്താലോ നിൽക്കുന്നത്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല ഓർഡർ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കാണിക്കാം, നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മൾ കുറച്ച് ഐറ്റംസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നോവ ഷോപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനത്തെ പ്രോഡക്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പ്രാവശ്യത്തെ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചേക്കണേ. ഇനി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല, ഒരു പാൻറ്റീസിലാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ളവർക്കും ഞാൻ പാൻറ്റീസ് ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ പാൻറ്റീസിലൊക്കെ ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. 3XL വരെ വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വേറെ മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ എടുത്ത് വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, സൈസും കാര്യങ്ങളും പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.